കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അഥവാ കേരള ബാങ്കിനെ സി ക്ലാസിലേക്ക് തരം താഴ്ത്തി റിസർവ് ബാങ്ക്. വായ്പാ വിതരണത്തിലടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വ്യക്തിഗത വായ്പ നൽകാൻ പാടില്ലെന്ന കർശന നിയന്ത്രണത്തോടെയാണ് കേരള ബാങ്കിനെതിരെ നടപടി സ്വീകരിച്ചത്. ഇതിനോടകം വിതരണം ചെയ്ത വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചുപിടിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വായ്പാ നിയന്ത്രണം വ്യക്തമാക്കി വിവിധ ശാഖകൾക്ക് ബാങ്ക് കത്തയച്ചിട്ടുണ്ട്. നബാർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് നടപടി. പുതിയ പട്ടിക അനുസരിച്ച് കേരള ബാങ്ക് സി ക്ലാസിലാണെന്ന് കാട്ടി ബാങ്കിന്റെ വിവിധ ശാഖകളിലേക്ക് കത്തും അയച്ചിട്ടുണ്ട്. ആകെ ഇടപാടിൽ 80% വ്യക്തിഗത വായ്പകളാണെന്നിരിക്കെ റിസർവ് ബാങ്ക് തീരുമാനം കേരള ബാങ്കിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കേരള ബാങ്കിന്റെ റാങ്കിംഗ് മാനദണ്ഡങ്ങൾ വിലയിരുത്താൻ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ കൺട്രോളിംഗ് അതോറിറ്റി നബാർഡാണ്. 7% കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി 11% കൂടുതലായത് കേരള ബാങ്കിന് തിരിച്ചടിയായി. വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പാ കിട്ടാക്കടം വർദ്ധിച്ചതും വിനയായി. ബാങ്കിന്റെ വ്യക്തിഗത വായ്പാ പരിധി 40 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായി കുറയ്ക്കുന്നത് സംബന്ധിച്ച് എല്ലാ റീജിയണൽ മാനേജർമാർക്കും CPC മേധാവികൾക്കും അയച്ച കത്തിലാണ് നബാർഡ് ഇൻസ്പെക്ഷൻ പ്രകാരം ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ നിലവിലെ B കാറ്റഗറിയിൽ നിന്ന് C കാറ്റഗറിയിലേക്ക് മാറ്റിയ വിവരം അറിയിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം അനുവദിക്കാവുന്ന വ്യക്തിഗത വായ്പയുടെ പരിധി 25 ലക്ഷം രൂപയാണെന്ന് വ്യക്തമാക്കുന്നു. 25 ലക്ഷത്തിന് മുകളിൽ വിതരണം ചെയ്തിട്ടുള്ള വ്യക്തിഗത വായ്പകളും ക്യാഷ് ക്രെഡിറ്റുകളും ഇനി മുതൽ ചട്ടലംഘനമാകുമെന്നതിനാൽ ഇതിന്റെ പരിധി ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരണമെന്ന് സർക്കുലറിൽ പറയുന്നു. എന്നാൽ തരം താഴ്ത്തിയത് RBI അല്ലെന്നും നബാർഡാണെന്നും കേരള ബാങ്ക് വൃത്തങ്ങളും വിശദീകരിച്ചു. സഹകരണ ബാങ്കുകളുടെ മേൽനോട്ട ചുമതലയുള്ള നബാർഡ് പരിശോധനകളുടെ ഭാഗമായി കേരള ബാങ്കിനെ സി ക്ലാസിൽ ഉൾപ്പെടുത്തിയെന്നാണ് വിശദീകരണം. രാജ്യത്തെ പല സഹകരണ ബാങ്കുകളും സി ക്ലാസിലാണെന്നും ബാങ്ക് വിതരണം ചെയ്ത 48,000 കോടി രൂപയുടെ വായ്പയിൽ 1,500 കോടി മാത്രമാണ് വ്യക്തിഗത വായ്പകളെന്നും വിശദീകരണം തുടരുന്നു. കേരള ബാങ്കിന്റെ റാങ്കിംഗ് മാനദണ്ഡങ്ങൾ വിലയിരുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ കൺട്രോളിംഗ് അതോറിറ്റിയാണ് നബാർഡ്. അതേസമയം നടപടി സ്വീകരിച്ചത് RBI ആയാലും നബാർഡ് ആയാലും കേരള ബാങ്കിന് തിരിച്ചടിയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം.